ഹായ് നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് ഒരു 2-3 ടിപ്സാണ് കേട്ടോ. ആദ്യമായിട്ട് നല്ല പഞ്ഞ് പോലെ നല്ല മുല്ലപ്പൂ പോലെ അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ ഏത് ഗ്ലാസ്സിൽ വേണമെങ്കിലും അരിയെടുക്കാം. അത് 3 ഗ്ലാസ് അരിയാണെങ്കിൽ അതിന് ഒരു അരയ്ക്ക് മേലിൽ അല്ലെങ്കിൽ 3/4 പങ്കോളം ഉഴുന്ന്, ഒരു 1.5 സ്പൂൺ വെന്തയം അല്ലെങ്കിൽ ഉലുവ, ഇത് ഊറാനിടുക. അതിനുശേഷം ഫസ്റ്റ് നമ്മുടെ ഈ ഉലുവ അരയ്ക്കണം. ആദ്യം ഒരു 5 മിനിറ്റ് അരഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു മാവ് നന്നായിട്ടൊരു നമുക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടും. അതിൽ തന്നെ മാവ്. അതിനുശേഷം ഉഴുന്നിടുക. ഉഴുന്നിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വെള്ളം അധികം ഒഴിക്കരുത്. കുറേശ്ശെ തെളിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ട് നല്ല മാവ് നന്നായിട്ട് കിട്ടും. ഡിപ്പെൻഡ്സ് അപ്പോൺ ഉഴുന്നിൻ്റെ ഇതുകൊണ്ട് കേട്ടോ. ചില ഉഴുന്നിന് മാവ് കൂടുതൽ കിട്ടും, ചില ഉഴുന്നിന് കിട്ടത്തില്ല. അതിനുശേഷം ഉഴുന്ന് എപ്പോൾ നമ്മൾ ഗ്രൈൻഡറിലിടുന്നോ അപ്പം തന്നെ 2 സ്പൂൺ അവിൽ, വെളുത്ത അവിൽ വന്നിട്ട് അത് ഊറാനിടുക. ഉലുവയും ഉഴുന്നും അരച്ച് എടുത്തതിന് ശേഷം പിന്നീട് ഈ അവിൽ ആദ്യമിട്ട് അരയ്ക്കുക. അതിനുശേഷം അരിയിടുക. അരിയിട്ട് നന്നായി അരഞ്ഞു വരുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുക. ഫുള്ളായിട്ട് ചേർക്കണ്ട കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അരഞ്ഞു വന്നതിന് ശേഷം എടുത്ത് നമ്മൾ ആ ഇഡ്ഡലിയുടെ കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കുക. ചിലർക്ക് വന്നിട്ട് കുറച്ച് നരനിരിക്കുന്നത് പിടിക്കും, ചിലർക്ക് വന്നിട്ട് നന്നായിട്ട് ഒരു സോഫ്റ്റ് ക്ലിയറൻസ്. അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കുന്നതാണ്, നമ്മുടെ വീടിൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ നല്ല പഞ്ഞി പോലെ ഉള്ള ഇഡ്ഡലി റെഡി. അടുത്തത് നമ്മൾ ഈ വെള്ളം നിറച്ച് വെക്കുന്ന ബോട്ടിൽസ് ഉണ്ടല്ലോ, പെറ്റാസ് ക്ലീൻ ചെയ്യാൻ നമ്മൾ വന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ബ്രഷ് എടുക്കുക, ഇടുക, കഴുകുക, ഇതേതും വേണ്ട. കുറച്ച് കല്ലുപ്പ് ആ ബോട്ടിലേക്ക് ഇടുക, നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് ഷേക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയതുപോലെ ആവും. അകത്ത് ഒരഴുക്കുണ്ടാവില്ല. അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടും. ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് വിളക്ക്. നമ്മൾ നിലവിളക്ക് പാത്രങ്ങൾ, പിത്തള പാത്രങ്ങളൊക്കെ തേക്കാനായിട്ട് നമ്മൾ പല ഐറ്റംസ് ഉപയോഗിക്കാറുണ്ട്. അതിൽ പീതാംബരി എന്ന് പറയുന്ന ഐറ്റം ഉപയോഗിക്കുമ്പോൾ അതിൽ കുറച്ച് വന്നിട്ട് സോപ്പ് ഓയിൽ ചേർത്തിട്ട് നിങ്ങൾ തേക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മൾ പിത്തള പാത്രം ഫസ്റ്റ് വാങ്ങിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണോ അതേപോലെ തന്നെ ഇരിക്കും. ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ കിട്ടിയതാണ്, മാത്രം പറയുന്നതാണ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹായ് നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് ഒരു 2-3 ടിപ്സാണ് കേട്ടോ. ആദ്യമായിട്ട് നല്ല പഞ്ച് പോലെ